കേരളത്തിലെ രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്ന് മന്ത്രി പറഞ്ഞതിന് ശേഷം ഈ സാൻ ഫ്രാൻസിസ്കോയുള്ള കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അത് ആസ്ഥാനമാണ്, അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത്. എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മൾ ഈ നിമിഷം വരെ കണ്ടോ? അപ്പോൾ എത്രത്തോളം ഈ ആളുകൾ കിടന്ന് തല്ലുകൊണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ കമ്പനി കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനം കൂടി നമ്മൾ ചർച്ച ചെയ്ത് പോകണം. സർക്കാരിനെയോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയോ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷേ ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യേണ്ട ലീഗലി ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേകമായി എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫ്രെയിം വർക്ക്, ഒരു നിയമം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ അതിൻ്റെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണെന്നേ. അങ്ങനെ മാത്രം ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് മന്ത്രി പറഞ്ഞത്. അതിനുടനെ മന്ത്രി ഇവരെ തല്ലുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് റാപ്പിഡോ മാത്രമാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഊബറും ഓലയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കമ്പനികളുടെ കാര്യം ചെയ്തു എന്നെങ്ങനെ പറയാൻ കഴിയും? അല്ലാതെ ആ ഡ്രൈവർമാരെല്ലാം പണി നിർത്തി വീട്ടിൽ പോകണം എന്നുള്ളതല്ല, അല്ലെങ്കിൽ അവർക്ക് കേരളത്തിൽ ഓടാൻ കഴിയില്ല എന്നതല്ല. അവർക്ക് ഓടണം എന്നുണ്ടെങ്കിൽ പ്രൊവൈഡഡ് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. ഇവിടെ ഈ രാജ്യത്ത് തന്നെ ഈ സഹകരണ ടാക്സി സർവീസ് വരും എന്ന് പറഞ്ഞത് ഇപ്പോൾ കേരള സവാരിയെക്കുറിച്ചൊക്കെ നേരത്തെ മെൻഷൻ ചെയ്തു പോയല്ലോ. ഇവിടെ ഇപ്പോൾ ഈ കാര്യത്തിനൊരു പരിഹാരമാകുന്നതിനായി കേന്ദ്ര സർക്കാരും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന് മുന്നിലേക്കും ഈ വിഷയങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പ്രതികരിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഓല, ഊബർ തുടങ്ങിയ ടാക്സികൾ അവരിങ്ങനെയുള്ള ഒരു നിയമപരമായിട്ടുള്ള ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറല്ല. പല പ്രശ്നങ്ങൾ പല സംസ്ഥാനങ്ങളിലായി വന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഭാരത് ടാക്സി എന്ന പേരിൽ ഒരു സർവീസ് ആരംഭിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിച്ചിരിക്കുകയാണ്. അതുടൻ തന്നെ അത് വരികയും ചെയ്യും.